നിറവിലേക്ക് സ്വാഗതം. ക്രിസ്തുവാകുന്ന പ്രകാശം പകരുവാൻ കഴിയാത്ത വാക്കുകൾ അന്ധകാരം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ മദർ തെരേസയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ജിൻസി ജോയി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ആർക്കെങ്കിലും ഒരു ദിവസം നൽകുന്നതിനെ കുറിച്ചാണ് ബ്രദർ ബോണി ചെല്ലാനം നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തൻ്റെ ഡയറി എടുത്ത് അതിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കുറിച്ചു വെക്കും. ഹൗ ക്യാൻ ഐ ഗിവ് മൈ ലൈഫ് ആസ് എ ഗിഫ്റ്റ് ടു അതേഴ്സ് ടുഡേ? ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്കൊരു സമ്മാനമായി നൽകാൻ കഴിയും? ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി തീർക്കാൻ എനിക്ക് കഴിയും? സത്യത്തിൽ നമ്മളെല്ലാവരും എല്ലാ ദിവസവും എഴുതേണ്ട ഒരു സെൻറ്റൻസാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. ജീവിക്കാൻ വേണ്ടതെല്ലാം നൽകുന്നു. മറ്റുള്ള പലർക്കും ലഭിക്കാത്ത സാഹചര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം തീർത്തും ദാനമായി നമുക്ക് നൽകുന്നു. എന്നിട്ട് ആ ഒരു ദിവസം കൊണ്ട് ഒരാൾക്കൊരു നന്മയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? അതുകൊണ്ട് ഓരോ ദിവസവും മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു സമ്മാനമായി തീരാൻ കഴിയും എന്ന് തന്നെ ചിന്തിക്കണം. ഈ സമയത്ത് ധാരാളം വ്യക്തികൾ മനസ്സിലേക്ക് കടന്നു വരും, ഇങ്ങനെ സമ്മാനമായി തീരുന്ന ധാരാളം വ്യക്തികൾ. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്, ശരണ്യ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളെ പരിചയപ്പെടുന്നത്. ഒരു സെമിനാറിൽ വെച്ച് കണ്ടുമുട്ടിയവൾ വല്ലാത്ത ജീവിത പ്രശ്നങ്ങളിലും കൗമാരത്തിൻ്റെ കൗതുകങ്ങളിലും ഒക്കെ ഉലഞ്ഞുപോയൊരു പെൺകുട്ടി. ആ സെമിനാറിനിടയ്ക്ക് എന്തൊക്കെയോ ചില വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തൊട്ടു. സെമിനാർ കഴിഞ്ഞ് അവളുടെ ജീവിതത്തിലേക്ക് പോയി. വർഷങ്ങൾ കഴിഞ്ഞു. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരു വെള്ളിയാഴ്ച ഒരു ഫോൺ കോൾ. അവൾ പറഞ്ഞു, അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിൽ തൊട്ട ഒരു കാര്യമുണ്ട്. നമുക്കാകുന്ന നന്മ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതെല്ലാ ദിവസവും ഓർക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കുഞ്ഞു കാര്യം ചെയ്തു തുടങ്ങുകയാണ്. അതൊന്ന് പറയാനാണ് വിളിച്ചത്. എന്താണ് ആ കാര്യം? വേറൊന്നുമല്ല, എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവൾ തൻ്റെ ചുറ്റിനുമുള്ള 10 ഫ്ലാറ്റുകളിൽ കയറി ഇറങ്ങി അവിടെയുള്ള അങ്കിൾമാരോടും ആൻറ്റിമാരോടും അവൾ ആവശ്യപ്പെട്ടു, അങ്കിൾ, രാവിലെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ 8:30 എനിക്കൊരു പൊതിച്ചോറൊന്ന് ശരിയാക്കി തരാമോ? എല്ലാവരും ചോദിച്ചു, എന്തിനാണ് മോളെ? കോളേജിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. എല്ലാവർക്കും സന്തോഷമായി. അവർ പറഞ്ഞു, അതിനെന്താ, 7:30 മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ചോറ് റെഡിയായിരിക്കും, നീ എല്ലാ ദിവസവും വന്ന് എടുക്കണം. അന്ന് മുതൽ ശരണ്യയുടെ പുതിയ മിഷൻ ആരംഭിച്ചു. രാവിലെ 8:30 കോളേജിൽ പോകുമ്പോൾ ഒരു തോളത്ത് അവളുടെ കോളേജ് ബുക്സിൻ്റെ ബാഗ്, മറുതോളത്ത് 10 പൊതിച്ചോറുകൾ. ആർക്ക് വേണ്ടി? ആരും നോക്കാനില്ലാത്ത രോഗികൾക്ക് വേണ്ടി. ഉച്ചയ്ക്ക് 12:45 കോളേജിൽ ലഞ്ച് ബ്രേക്ക്. സഹപാഠികളെല്ലാം ലഞ്ച് ബോക്സ് തുറന്നു വെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവൾ ഓടും 10 പൊതിച്ചോറുകളുള്ള സഞ്ചിയുമായിട്ട് അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. ആരും നോക്കാനില്ലാത്ത രോഗികളുടെ വാർഡിൽ ചെന്ന് ഓരോ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അങ്ങനെ 10 പേരെ കണ്ട്, അപ്പച്ച എന്തെങ്കിലും കഴിച്ചോ? ഇല്ല മോളെ. കഴിക്ക്. അമ്മേ കഴിച്ചായിരുന്നോ? ഇല്ല, രാവിലെ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇത് കഴിക്ക്. സ്നേഹത്തോടെ അവരുടെ മുന്നിൽ പൊതിച്ചോറുകൾ തുറന്നു വെച്ച് അവരെ തലോടി അവൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കൂട്ടുകാർ. എങ്കിലും ആ ആരുമില്ലാത്തവർക്ക് അന്നം കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ സംതൃപ്തിയോടെ അവൾ ഭക്ഷിക്കും. ഒരു ദിവസം അവർക്ക് അങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അങ്കിൾ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത്?
ഇതാണ് ഒരു ദിവസം മറ്റുള്ളവർക്ക് നന്മയാകാൻ കഴിഞ്ഞാൽ എത്ര മനോഹരമാണത്. കഴിഞ്ഞിടയ്ക്കാണ് പോളയേട്ടൻ ഒരു കാര്യം പങ്കുവച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും പോളയേട്ടനും കൂട്ടുകാരും ഒരുമിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് കുറേ പൊതിച്ചോറുകൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതെല്ലാം ഞായറാഴ്ചയുമാണ്. ബിസിനസ്സുകാരനായ പോളയേട്ടൻ എന്തെങ്കിലും കൂടി എല്ലാ ദിവസവും ചെയ്യണ്ടേ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകണം. ഇപ്പോഴത്തെ പുതിയ പരിപാടി കാറിനകത്ത് കുറച്ചധികം ബ്രെഡ് പാക്കറ്റുകൾ വാങ്ങിച്ചിടും. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് അതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ടെന്ന് പറയുന്നു. വഴിയിലൂടെ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചധികം നേരമായി എന്ന് തോന്നുന്ന എല്ലാവർക്കും ഓരോ പാക്കറ്റ് ബ്രെഡ് നൽകും. പോളേട്ടൻ പറയുന്നത് അവർക്കത് വീണ്ടും സൂക്ഷിച്ചു വെക്കാം. 2 3 ബ്രെഡ് എടുത്ത് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച് പിന്നത്തേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നൽകാം. ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം ഒരിടം വരെ പോകേണ്ടി വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു. കാറിനകത്ത് ഒരു പാക്കറ്റ് ബ്രെഡ് കൂടി ബാക്കിയുണ്ട്, നീ എടുത്തുകൊണ്ട് പോക്കും. തൻ്റെ വണ്ടിയിൽ അപരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെച്ച് എല്ലാ ദിവസവും അവർക്കൊരു നന്മയായി തീരാൻ, ഒരു സമ്മാനമായി തീരാൻ കൊതിക്കുന്ന പോളയേട്ടൻ. ഇങ്ങനെ ധാരാളം പേരുണ്ട് നമ്മുടെ മുന്നിൽ. ഒരു രൂപ ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പങ്കുവച്ചത്. ടീച്ചർ പറയാണ്, സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗിൽ ആരും ശ്രദ്ധിക്കാത്ത ചില സാമഗ്രികൾ ബോധപൂർവ്വം എടുത്തിടും. ഒരു സേഫ്റ്റി പിൻ, ചെറിയൊരു റബ്ബർ ബാൻഡ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ബോധപൂർവ്വം എടുത്തിരുന്നത്. എന്തെങ്കിലും ഒരു കുഞ്ഞു ഉപകാരം ആർക്കെങ്കിലും നൽകാൻ കഴിയണമേ എന്നുള്ളതാണ് രൂപ ടീച്ചറിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്താണ്, ഒരു ദിവസം അത്തരത്തിലൊരു കാര്യം നടന്നത്, ഒരു ദിവസത്തേത് ടീച്ചർ പങ്കുവച്ചു. ബസ്സിലിരിക്കുമ്പോൾ ബസ്സിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. ബസ്സിലേക്ക് കയറിയ ഉടനെ അവളുടെ ചെരുപ്പൊന്ന് പൊട്ടി. പിന്നീട് കയറിയിട്ട് ആ പൊട്ടിയ ചെരുപ്പും കൊണ്ട് നടന്ന് സീറ്റിലേക്ക് വരാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. വളരെ മിടുക്കിയായ സുന്ദരിയായ പെങ്കൊച്ച്. ഈ പൊട്ടിയ ചെരുപ്പുമായിട്ട് അവൾ എങ്ങനെ നടന്നു പോകും? അവൾ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്. ദൂരെ സീറ്റിലിരുന്ന് കാണുന്ന രൂപ ടീച്ചർ ബാഗിൽ പതുക്കെ തുറന്നു നോക്കി. എന്തെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടോ? താൻ സാധാരണഗതിയിൽ കരുതുന്ന സേഫ്റ്റി പിൻ എടുത്തു, കുറച്ച് വലിപ്പമുള്ള പിന്ന്. അത് തനിക്ക് തൊട്ട് മുന്നിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പാസ് ചെയ്ത് ആ പെങ്കൊച്ചിൻ്റെ കയ്യിലെത്തി. അവളത് കിട്ടിയപ്പോൾ നന്ദിയോടെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ അതുകൊണ്ട് തൽക്കാലം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ആ ചെരുപ്പിനെ പാകപ്പെടുത്തി കുത്തിവെച്ചു. അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇത്തിരി സന്തോഷത്തോടെ, അതിനേക്കാളൊക്കെ ഉപരി നന്ദിയോടെ രൂപ ടീച്ചറെ ഒന്ന് നോക്കി. ടീച്ചർ പറയാണ്, അതുപോരെ, ഒരാൾക്കൊരു കുഞ്ഞ് സന്തോഷം ഉണ്ടാകാൻ അത് മാത്രം മതിയല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് സമ്മാനമാകാൻ തൻ്റെ ജീവിതത്തെ കൊടുക്കുന്ന ധാരാളം മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. മാക്സിമസിനെ ഓർക്കാണ്. മാക്സിമസ് ഒരു 2 വീലർ മെക്കാനിക്, വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ബാഗിൽ എപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആൾ, ഒത്തിരി ലോങ്ങിൽ യാത്ര ചെയ്യുന്ന ആൾ. യാത്ര ചെയ്യുമ്പോഴൊക്കെയും ബാഗിൽ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. എന്താണ്, എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചാൽ മാക്സിമസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം മറക്കും, എവിടെ എത്തണമെന്നുള്ളത് മറക്കും. പിന്നീട് അവർക്ക് വേണ്ടി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് മാക്സിമസ് പോകേണ്ടിടത്തേക്ക് പോകും. ഒരിക്കൽ രാത്രി 11 മണിയോടടുത്ത് വീട്ടിൽ വന്നു. അത്രയും വൈകിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് വഴിയിൽ അപകടപ്പെട്ട ഒരാളെ പ്രഥമ ശുശ്രൂഷ നൽകി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചത് കൊണ്ടാണ് അത്രയും വൈകിയത്.
ഇങ്ങനെ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്കൊരു സമ്മാനമായി പകുത്തു നൽകുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? ക്രിസ്തുവിനെ തന്നെ. നമ്മളും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ പോലെ ഡയറിയിൽ കുറിക്കണം, ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി നൽകാൻ കഴിയും. മദർ തെരേസ അതിന് നല്ലൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? മദർ തെരേസ പറയുകയാണ്, മുറിവേൽക്കുവോളം നൽകുക, മുറിപ്പെട്ടും നൽകുക. കൊടുക്കുന്നത് കുറച്ചുകൂടി മുറിവേൽക്കേണ്ടി വന്നാലും കൊടുക്കണമെന്നാണ് മദർ തെരേസ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് മദറിനെ കാണുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകം വാഴ്ത്തിയത് ജീവിക്കുന്ന വിശുദ്ധ. എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു സമ്മാനമായി തീരാൻ കഴിയും എന്ന് മാത്രം ചിന്തിക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേലും ഒന്ന് ചിരിക്കാനാവുമല്ലോ, ഒന്ന് സാരമില്ലെന്ന് പറയാൻ പറ്റുമല്ലോ, ഒന്ന് തലോടിക്കൊണ്ട് നമുക്ക് വഴിയുണ്ടാക്കാം എന്നൊരു വാക്ക് പതുക്കെ ഒന്ന് പറയാൻ പറ്റുമല്ലോ. അതൊക്കെ തന്നെ ധാരാളം. അത് കേട്ട് മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്നുണ്ടെങ്കിൽ അതിലും വലിയ സമ്മാനം എന്താണ്? ഇങ്ങനെ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് സമ്മാനമായി തീരാനുള്ള വിളി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മറന്നു പോകരുത്. വഴിയിലൂടെ ഒരു അത്യാവശ്യ കാര്യത്തിന്, വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് മദർ തെരേസ പോകുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയും കൂടി ഒപ്പം ചേരുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ, വഴിയിൽ ഓടയിൽ വിഷമിച്ച് കിടന്ന രോഗിയെ വണ്ടി നിർത്തി മടിയിലിരുത്തി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ നൽകി മടിയിൽ കിടത്തി വായിലേക്ക് വെള്ളം ഇറ്റിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ, അമ്മ, നിങ്ങളാണ് എൻ്റെ ദൈവം. ഒരു മനുഷ്യന് നമ്മൾ സമ്മാനമായി സ്വയം സമർപ്പിക്കുമ്പോൾ അയാൾ നമ്മളിൽ കാണുന്നത് ദൈവത്തെയാണ് എന്ന് മറക്കണ്ട. വീണ്ടും ആവർത്തിക്കട്ടെ, ബെനഡിക്റ്റ് 16 ആ സെൻറ്റൻസ് എല്ലാ ദിവസവും നമുക്കും എഴുതാനും എഴുതിയത് കൂടെ കൂടെ വായിക്കാനും കഴിയട്ടെ. ഇന്ന് എങ്ങനെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി നൽകാൻ കഴിയും? സമ്മാനമായി തീരാൻ പ്രാർത്ഥനകൾ. ആമേൻ. പതിവ് പോലെ നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് കുരുത്തക്കേടുകളും ദൂഷ്യങ്ങളുമൊക്കെയുണ്ട്. എന്നാലും പഠിത്തത്തിൽ അവൻ മിടുക്കനാണ്. അതുകൊണ്ട് കുറേയൊക്കെ കണ്ണടയ്ക്കും, സാരമില്ല എന്ന് വയ്ക്കും. അവൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അധികം ഇടപെടില്ല. മറ്റു കുട്ടികളെ പോലെ അധികം പരസ്പര സഹായത്തിനൊന്നും പോയില്ല. എന്നാലും പഠിക്കുന്ന കാര്യത്തിൽ അവൾ ടോപ്പാണ്. സ്വന്തം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നോക്കും. അതുകൊണ്ട് പിന്നെ സാരമില്ല. ഇങ്ങനെ പഠനത്തിൽ മികച്ചതാണെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങൾ പോലും അവഗണിക്കപ്പെടുകയും മറയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പല മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പോലും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളെ ഗുഡ്, സ്മാർട്ട്, എക്സ്ട്രാ ഓർഡിനറി, സക്സസ്ഫുൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പൊതുവെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൂടുതലും അക്കാഡമിക് ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലേബലിങ്ങുകൾ നടത്താറ്. എന്നാൽ ഒരു ഹൈ ഗ്രേഡോടുകൂടി കടന്നു വരുന്ന കുട്ടിയുടെ അച്ചീവ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്ന അത്രയും സന്തോഷം
അവനൊരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കാറുണ്ടോ? അവനെക്കുറിച്ച് അഭിമാനിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാറുണ്ടോ? മനുഷ്യത്വത്തെയും നന്മകളെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും മറക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യത്വം മരവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്, കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും. ആദ്യം പറഞ്ഞ ഡയലോഗുകൾ നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കുമോ? അവന് വലിയ മാർക്കൊന്നും കിട്ടാറില്ല, പക്ഷേ അവൻ ഹൃദയത്തിൽ നന്മയുള്ളവനാണ്, മറ്റുള്ളവരോട് കരുണയും ദയയും ഉള്ളവനാണ്, ആരെയും സഹായിക്കുവാൻ സന്നദ്ധതയുള്ളവനാണ്. അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? ക്രിസ്തുവാകുന്ന പ്രകാശം പകരുവാൻ കഴിയാത്ത വാക്കുകൾ അന്ധകാരം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ മദർ തെരേസയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യം നടത്തിയിടണമേ നിൻ